വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ഒരു ജനതയുടെ ആത്മരോഷം ഇന്ന് അണപൊട്ടി. വയനാട് പുൽപ്പള്ളി നഗര കേന്ദ്രത്തിൽ മണിക്കൂറുകൾ പ്രതിഷേധ തീ ആളിക്കത്തി. വനം വകുപ്പിന്റെ ജീപ്പ് തകർക്കുന്നത് അടക്കമുള്ള സംഭവങ്ങളിലേക്ക് ഇന്നത്തെ പ്രതിഷേധം വഴിമാറാൻ ചില കാരണങ്ങളുണ്ട്. ഫെബ്രുവരി 10 അജീഷിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നു. ഇന്നലെ പുൽപ്പള്ളിയിൽ വനം വകുപ്പ് വാച്ചറായ പോളും ആനക്കല്ലിക്ക് ഇരയാകുന്നു. ഇതിനിടെ വളർത്തുമൃഗങ്ങളെ കൊന്ന് പാതി തിന്ന് ഭീതി വിതച്ച് നിരന്തരം വിഹരിക്കുന്ന വന്യജീവികൾ. വയനാട്ടിലെ മനുഷ്യർ ഇനി എന്ത് ചെയ്യണം? പോളിന് ചികിത്സ കിട്ടിയില്ലെന്ന പരാതി കൂടി വന്നതോടെ സ്വയം സംഘടിച്ച ജനക്കൂട്ടം അക്രമാസക്തമായി. വനം വകുപ്പിന്റെ വാഹനത്തിൽ അവർ റീത്തുവെച്ചു. കടുവ കടിച്ചു കൊന്ന പശുവിനെ കെട്ടിവെച്ചു. തടയാൻ വന്ന പോലീസുമായി കയ്യാങ്കളിയായി. പലവട്ടം പോലീസ് ലാത്തി വീശി. പോളിന്റെ മൃതദേഹം തെരുവിൽ വെച്ചുള്ള പ്രതിഷേധം മണിക്കൂറുകൾ നീണ്ടു. ഒടുവിൽ പോളിന്റെ കുടുംബത്തിന് ADM നേരിട്ടെത്തി ഉറപ്പുകൾ കൈമാറി. ഇന്ന് തന്നെ 10 ലക്ഷം, ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി, മകൾക്ക് സർക്കാർ ചെലവിൽ വിദ്യാഭ്യാസം. അങ്ങനെയാണ് ജനരോഷം ഒന്നടങ്ങിയത്. പ്രതിഷേധത്തിനിടെ MLA-മാർക്ക് നേരെ കുപ്പിയേറുമുണ്ടായി. MP എവിടെയെന്ന പൊള്ളിക്കുന്ന ചോദ്യമുയർന്നതോടെ ന്യായ് യാത്ര തൽക്കാലം നിർത്തി രാഹുൽ വയനാട്ടിലേക്ക് തിരിച്ചു. മുതലെടുപ്പിന്റെ ഒരു പഴുതും കളയാത്ത ഗവർണറും നാളെ പുൽപ്പള്ളിയിലെത്തും. എന്തുകൊണ്ട് പുൽപ്പള്ളി ഇങ്ങനെ കത്തുന്നു? ഒന്നാമത്തെ കാര്യം, വന്യജീവി ആക്രമണം ഉണ്ടായപ്പോൾ ജനങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാരാണ്, പ്രത്യേകിച്ച് വനം വകുപ്പ്. പരാധീനത മാത്രമുള്ള വയനാട് മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ 8 വർഷത്തിനിടെ കൊല്ലപ്പെട്ട 909 സാധു മനുഷ്യരുടെ നീറുന്ന ഓർമ്മ. പരുക്കേറ്റ് ജീവച്ഛവമായ എണ്ണമില്ലാത്തത്ര മനുഷ്യർ. ഈ നീറുന്ന ജീവിത സത്യത്തിൽ നിന്ന് വേണം പുൽപ്പള്ളിയെ കാണാൻ. ഇനി വരാൻ പോകുന്നതോ ഇതിലും വെല്ലുവിളികളുള്ള നാളുകൾ. വേനലേറുകയാണ്. ഉൾക്കാട് കരിയുന്നു. ജലസ്രോതസ്സുകൾ വരളുന്നു. പച്ചിലകൾ കിട്ടാതായി. മൃഗങ്ങൾ നാട്ടിടങ്ങളിലേക്കും വീട്ടുപറമ്പുകളിലേക്കും ഇനിയും ഇറങ്ങും. വരാൻ പോകുന്ന പ്രതിസന്ധിയുടെ നാളുകളിലേക്ക് എന്തുറപ്പാണ് പുൽപ്പള്ളിക്കാർക്ക് സർക്കാരിന് നൽകാനുള്ളത്? അതാണ് കാതലായ ചോദ്യം.